ഹർഷ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF-നും UDF-നും അതുപോലെ തന്നെ BJP-ക്കും വളരെ നിർണായകമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്ന പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി നിർണായകമെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും എല്ലാ നേതാക്കളെയും ഒരു കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു പ്രവണത ഇപ്പോൾ CPM-ൽ കണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് സജി ചെറിയാനോടുള്ള സമീപനം. സജി ചെറിയാനെ ഇനി മത്സരിപ്പിക്കില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ വിടുവായിത്തരമാണ്. MM മണിയെ ആദ്യം വായടപ്പിച്ചിരുത്തിയെങ്കിൽ ഇപ്പോൾ സജി ചെറിയാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വായടപ്പിച്ചിരുത്തുകയാണ്. സജി ചെറിയാനെ ഇനി മത്സരിപ്പിക്കേണ്ട, സജി ചെറിയാന്റെ മുഖം കണ്ടാൽ വോട്ട് കിട്ടില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വായടപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ CPM-ൽ ഇനി ആരും ബാക്കി ഉണ്ടാകില്ല എന്ന് തോന്നുന്നു, അല്ലെ? അതെ, തീർച്ചയായിട്ടും. ആദ്യം വായടക്കേണ്ടത് പിണറായി വിജയനാണെന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപ് പല സമയങ്ങളിലായി പലരും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഇപ്പോൾ സജി ചെറിയാനെ നമുക്കറിയാം, ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർഗീയമായ പരാമർശം നടത്തിക്കൊണ്ട് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇവിടെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പല CPM നേതാക്കളും ഇത്തരത്തിലുള്ള ഒരു നാവുവീഴായി ഇവർ തന്നെ വിശേഷിപ്പിക്കുന്ന പല രീതിയിലുള്ള വിടുവായുത്തരങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സജി ചെറിയാന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ഇനിയിപ്പോൾ മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ LDF-ന് അത് വിനയാകും എന്നുള്ള ഒരു ഭയം CPM-ൽ എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ട്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ CPM-ൽ ഒരുമിക്ക നേതാക്കന്മാരെയും മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പൊതുജനങ്ങളുടെ അവകാശത്തെ നിഷേധമായി കാണുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അവകാശം നൽകുമ്പോൾ അതിനെ പോലും നക്കി എന്ന് പറയുന്ന ഒരു നിലയിൽ പോകുന്ന ചില നേതാക്കന്മാർ, നിയമസഭയിൽ മുണ്ടുപൊക്കി കാണിക്കുന്ന ചില നേതാക്കന്മാർ, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ പൊക്കത്തെയും വണ്ണത്തെയും പറ്റി കുറ്റം പറയുന്ന ചില നേതാക്കന്മാർ, അങ്ങനെ പല രീതികളിലാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇപ്പോൾ സജി ചെറിയാനെ കുറിച്ച് മാത്രമാണ് പല CPM നേതാക്കന്മാരും രംഗത്ത് വരുന്നത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സജി ചെറിയാനെതിരെ പറയുന്ന ഒട്ടുമിക്ക നേതാക്കന്മാരും സ്വന്തം ഭാഗം മൂടി വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വന്തം ഭാഗത്ത് ഇതുവരെ വന്നിരിക്കുന്ന തെറ്റുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് സജി ചെറിയാനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജില്ലയിലൊക്കെ തന്നെയും ഇത്തരത്തിൽ CPM-നെ പൂർണ്ണമായും സ്വകാര്യ സ്വത്തായിട്ടാണ് സജി ചെറിയാൻ കണ്ടുവരുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ സജി ചെറിയാൻ ഇങ്ങനെ ഒരു പരാമർശത്തിലൂടെ അവർ തള്ളിയിടുമ്പോൾ പോലും ചിന്തിക്കണം, സജി ചെറിയാൻ LDF-ന് അനുകൂലമായി പറയാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വന്നപ്പോൾ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോയി. എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം ഒരു നിഷ്കളങ്കനായ അല്ലെങ്കിൽ മനസ്സിൽ കള്ളത്തരമില്ലാത്ത ഒരു നേതാവായി പോയി എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ MM മണിയുടെ കാര്യം പറയുമ്പോഴും പലരും പറയുന്നത്. പറഞ്ഞു വന്നപ്പോൾ ഉള്ളി കിടന്ന സാധനം ഇങ്ങനെ പുറത്തു വന്നു എന്ന് പറയുന്ന പോലെയാണ്. വിടുവായിത്തരം പറഞ്ഞങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM-ന് ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് എങ്ങനെയും വിജയിച്ചേ പറ്റുള്ളൂ. വിജയിച്ചില്ല എങ്കിൽ പോലും ഒരു നാണം കെട്ട തോൽവിയിലേക്ക് പോകാതിരിക്കാൻ CPM ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർക്കും MLA-മാർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായിരിക്കണം. നിങ്ങളുടെ സ്വന്തം മണ്ഡലങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോനോട് പറഞ്ഞതുപോലെ 100 രൂപയുടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ 1000 രൂപയുടെ പണിയെടുത്തു എന്ന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയണമെന്ന് പറഞ്ഞോ പറയാതെയോ നേരിട്ടോ അല്ലാതെയോ ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരോടും നമുക്ക് എന്തൊക്കെ പദ്ധതികൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയണം. അപ്പോൾ പറയേണ്ടി വരിക, പണ്ട് UDF സർക്കാർ ചെയ്തതിന്റെ ബാക്കി ഞങ്ങൾ ചെയ്തു എന്നാണെങ്കിലും ഇതൊക്കെ പറയണം. അതുപോലെ 10 വർഷം മുൻപ് എന്തുണ്ടായിരുന്നില്ല എന്ന് പറയണം. അതുപോലെ എന്തൊക്കെയുണ്ട് എന്ന് പറയണം. പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്തൊക്കെ നെറുകേടുകൾ കാണിച്ചു എന്ന് പറയണം. അതുപോലെ എത്രയൊക്കെ രോഷാകുലരായാലും മിണ്ടാതെ നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ഇതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുറെ ആൾക്കാരെ മാറ്റി നിർത്തുക, ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നത്. ഈ മാറ്റി നിർത്തുന്ന നേതാക്കന്മാർ, ഇങ്ങനെ CPM-ൽ നിന്നും നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPM-ന് ഉന്നതരായ അല്ലെങ്കിൽ ഫേസ് വാല്യുള്ള നേതാക്കന്മാർ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഭൂരിഭാഗം നേതാക്കന്മാരും ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ജനങ്ങളുടെ സംസാര വിഷയമായിട്ടുള്ളത് ഒരിക്കലും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചല്ല. CPM-ലെ ഇന്നുള്ള നേതാക്കന്മാരിൽ ഒരു പകുതിയിലധികം നേതാക്കന്മാരും വായിൽ നിന്ന് വരുന്ന ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള, ജനങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ
കോൺഗ്രസിനെ പോലും കളിയാക്കിക്കൊണ്ടാണ് സജി ചെറിയാൻ ഇതിനു മുൻപ് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ മാത്രം വാർത്തകളിൽ നിറഞ്ഞു നിന്ന നേതാക്കന്മാരാണ് ഇപ്പോൾ CPM-ലുള്ളത്. ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്താനാണെങ്കിൽ പിന്നീട് CPM-ൽ BJP-ക്കുള്ള സ്ഥാനാർത്ഥികൾ പോലും ഒരുപക്ഷെ ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതെ, അപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, വിജയമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിക്കുന്നില്ലേ, ജനങ്ങൾക്കിടയിൽ ഒരു അവജ്ഞയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ സജി ചെറിയാനെ മാറ്റി നിർത്തിയാൽ അവിടെ ആര് മത്സരിക്കും? ഈ പറയുന്നത് പോലെ പല സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുന്നു, അവർ മത്സരിക്കുന്നില്ല, ഇവർ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ആര് മത്സരിക്കും എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് CPM-ന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വലിയ പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ ആയിക്കോട്ടെ, അതിന് മുമ്പത്തെ ഇലക്ഷൻ ആയിക്കോട്ടെ, എപ്പോഴും ഒരു കൃത്യമായ ടാർഗറ്റിംഗ് അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ് നടക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കുറേയേറെ ഇപ്പോൾ അവർ തന്നെ വിചാരിച്ച ഒരു A ക്ലാസ് സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് അവിടെയെല്ലാം വലിയൊരു പ്രചാരണം നടത്തിയെങ്കിൽ പോലും ബാക്കിയുള്ള സ്ഥലങ്ങളെ തഴയുന്നു. ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് പലതിനും കൊടുക്കുന്നില്ല. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയ്ക്കെതിരെ മത്സരിച്ച അമൃത എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അവിടെയെല്ലാം വലിയൊരു സ്റ്റാർഡം, ഒരു വലിയൊരു അറ്റൻഷൻ കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇനി മുട്ടടയിലേക്ക് വരികയാണെങ്കിൽ വൈഷ്ണയെ അനാവശ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കി അനാവശ്യമായ ഒരു ഫെയിം വൈഷ്ണയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതും CPM തന്നെയായിരുന്നു. ഇതുപോലെ പല പല പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചപ്പോൾ എല്ലാ CPM പ്രവർത്തകരും പറഞ്ഞു, തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തല്ല ഞങ്ങളുള്ളത്, ഞങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ തിരിച്ചു വരും. അതേ പ്രക്രിയയിലൂടെ അതേ സിദ്ധാന്തം കണക്കിലെടുത്ത സിദ്ധാന്തം ഞങ്ങൾ കൈവരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൽ തിരിച്ചു വരും. ഒരു വലിയൊരു തിരിച്ചുവരവാണ് നടക്കാൻ പോകുന്നത്. ഒരു ദിവസം ഒരാൾ എന്നോട് ഒന്ന് പറയുകയാണ്, ഒരു തവണ കൂടി പിണറായി സർക്കാർ വരും കേട്ടോ, ഒരു തവണ വന്നതിന് ശേഷം അടുത്ത തവണ കോൺഗ്രസ് വരും. ഇങ്ങനെയൊക്കെയാണ് പ്രചാരണങ്ങൾ നടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എത്ര മാസങ്ങൾ കഴിഞ്ഞു? 2 മാസത്തോളമാകുന്നു. എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഈ പറഞ്ഞ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല, ഈ പറഞ്ഞ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ CPM-ന് തന്നെ കൃത്യമായ ധാരണയുണ്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്. അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെടുന്നുണ്ട്, കൈകാലിട്ട് അടിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. അല്ല, നമുക്ക് CPM-നെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തള്ളി പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ CPM-ന് ഇത്രയും നാളുണ്ടായിരുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ നിന്നും CPM-ന് എത്ര വോട്ട് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ വീടുകളിൽ നിന്നും വോട്ട് കിട്ടും, കൃത്യമായ ഒരു മണ്ഡലത്തിൽ എത്ര വോട്ടുകൾ അവർക്ക് കിട്ടുമെന്നുള്ളതിന് ഏകദേശ ധാരണ CPM-ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിവിടെ പാളിപ്പോവാൻ കാരണം കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഇവർക്കൊരു അഹങ്കാരം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ മത്സരിച്ചാൽ ഞങ്ങൾ തന്നെ വിജയിക്കുള്ളൂ, ഞങ്ങൾക്ക് ഇനി മുകളിൽ വെക്കാൻ മറ്റൊരാളില്ല എന്നുള്ളൊരു അഹങ്കാരം ഇവരുടെ മനസ്സിൽ കയറിക്കൂടി എന്നുള്ളതാണ്. അതിനുശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇവിടെയൊക്കെയോ ചെറിയ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പാളിച്ച തന്നെ സംഭവിച്ചു. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു രാഹുൽ വിഷയം ഈ പറഞ്ഞ കോൺഗ്രസിന് തിരിച്ചടിയാകും, അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ പറയുന്ന പൊതുജനങ്ങൾ മറന്നുപോകും, അതിലൂടെ വോട്ട് പിടിക്കാമെന്നുള്ള തന്ത്രം, അതായത് കുതന്ത്രം എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ തങ്ങൾ ചെയ്തു വെച്ച എന്താ പറയാ നേട്ടങ്ങളൊന്നും ഉയർത്തി കാണിച്ചുകൊണ്ട് തങ്ങൾ ചെയ്യാൻ പോകുന്ന നേട്ടങ്ങളൊക്കെ തന്നെയും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടൊന്നും ആയിരുന്നില്ല CPM വോട്ട് പിടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അവർ കൃത്യമായി പ്രതിപക്ഷത്തെ വെട്ടിലാക്കുന്ന രീതിയിൽ രാഹുലിനെ ഉപയോഗിക്കാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അവസാന നിമിഷമായപ്പോൾ ഇത്തരത്തിൽ രാഹുൽ വിഷയം കൃത്യമായി കോൺഗ്രസിന് ഒരു അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് പോയി. അതായത് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന ഒരു നിലയിലേക്കായിരുന്നു രാഹുൽ വിഷയം പോയിട്ടുള്ളത്. ഇതിലൂടെ തൊട്ടതെല്ലാം തന്നെയും കോൺഗ്രസിന് അനുകൂലമാകുന്നു. ആരൊക്കെ രാഹുലിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ എതിർക്കുന്നു അതെല്ലാം തന്നെയും കോൺഗ്രസിന് ഒരു ഗുണം ചെയ്യുന്ന ഒരു നിലയിലേക്ക് പോയി. അതിനു പിന്നാലെ രാഹുലിനെ വടിയാക്കാൻ ഉപയോഗിച്ച CPM-ന് അത് കൃത്യമായി ഒരു തലവേദന സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പോഴുള്ള ഒരു തണുത്ത മട്ടിലാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ കൈവിട്ടു പോകുന്നത് നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ നാണം കെട്ട തോൽവിയിലേക്ക് തന്നെയായിരിക്കും CPM എത്താൻ പോകുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ സജി ചെറിയാനെ പോലെയുള്ള അല്ലെങ്കിൽ എം മണിയെ പോലെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഒന്ന് വിളിച്ചുപദേശിച്ച് ഇനി നിങ്ങൾ കുറച്ച് നാളത്തേക്ക് വാ തുറക്കരുത് എന്ന് പറയുകയാണെങ്കിൽ ഒന്നും പറയേണ്ട, നല്ലതും പറയേണ്ട ചീത്തതും പറയേണ്ട, ഒന്നും പറയേണ്ട, നല്ലതും പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറയാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അടുത്ത തവണ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും വലിയ തോൽവിയിലേക്ക് പോവാതെ ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും കടിഞ്ഞാണിട്ട മേഘ ആദ്യം പറഞ്ഞതുപോലെ കടിഞ്ഞാണിട്ട് പിടിക്കുന്ന ഒരു നിലയിലേക്കാണ് CPM-ലെ നേതാക്കന്മാരെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാൻ പറ്റില്ല, അവസാന ഘട്ടം വരുമ്പോഴേക്കും ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരെയും തുടച്ചു നീക്കിക്കൊണ്ട് പുതിയ ചില നേതാക്കന്മാരെ രംഗത്തിറക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പെട്ടെന്ന് നല്ല
എന്താ പറയാ ഇപ്പോൾ ജയിക്കിനെ പോലെയുള്ള നല്ല നല്ല യുവാക്കളെ മുന്നോട്ട് ഇറക്കിക്കൊണ്ട് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പോലെ ഒരു ശക്തമായ ഒരു രണ്ടാം നിര ഇല്ല. ഈ പറയുന്ന പോലെ ജയിക്കുക, അല്ലെങ്കിൽ അവസാന നിമിഷം കോൺഗ്രസിൽ നിന്ന് സരിൻ ചാടിപ്പോയതുപോലെ ഇതുപോലെ ആരെങ്കിലും ചാടി അപ്പുറത്തേക്ക് എത്തണം, അതുപോലെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. രണ്ടാം നിര ഭയങ്കര ദുർബലമാണ്. ഇപ്പോൾ ഒന്നാം നിരയിലുള്ള ആൾക്കാരെല്ലാം ഇതുപോലെയുള്ള വിവാദങ്ങളിലും എല്ലാം പ്രശ്നങ്ങളിലും പെട്ട് കിടക്കുകയായതുകൊണ്ടും ഈ പറഞ്ഞ തിരിച്ചുവരവിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇപ്പോൾ CPM പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്നത് പോലെ തിരിച്ചു വരാൻ പറ്റുന്ന ദൂരവും തിരിച്ച് കനലൊരു തരി എന്നൊക്കെ പറയുന്നത് പോലെ തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്നുള്ളതാണ്.